നമ്മളിന്ന് ഒരു ശരാശരി നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ബാഗ് പാക്കിംഗ് ആണ് കാണാൻ പോകുന്നത്. അതെ ഗൈസ്, അലീന ഇന്ന് ബാംഗ്ലൂരിലേക്ക് പോവാണ്. ഫസ്റ്റ് തന്നെ ഹെയർ ആക്സസറീസ് ആണ്. ചീപ്പ്, ക്ലിപ്പ്, തലയിലിടുന്ന നെറ്റ്, യൂപിൻ, സ്ലൈഡ്, അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. അടുത്തത് കുറച്ച് ക്രീംസ് ആണ്. മോയ്സ്ചറൈസർ, വാസ്ലിൻ, പിന്നെ ഫേസ് വാഷ്, പൗഡർ, പിന്നെ സ്പ്രേ, ഷേവിംഗ് സെറ്റ്, റേസർ, നെയിൽ കട്ടർ, മോയ്സ്ചറൈസർ, പിന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണാടി, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിക്കുറിക്കാൻ ഒരു നോട്ടും ഒരു പേനയും, പിന്നെ ഇത് അത്യാവശ്യത്തിന് ചായ ഇട്ട് കുടിക്കാനായിട്ട് തേയിലയും പഞ്ചസാരയും, പിന്നെ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള സോപ്പ് പൊടി, പേസ്റ്റ്, എണ്ണ, ഷാംപൂ, കംഫർട്ട്, പിന്നെ തുണി കഴുകുന്ന ബ്രഷ്, പല്ല് തേക്കുന്ന ബ്രഷ്, ടങ് ക്ലീനർ, തേച്ചൊരച്ച് കുളിക്കാൻ സ്ക്രബ്ബർ, സെലോ ടേപ്പ്, ക്രയോൺസ്, പിന്നെ ഇത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മെഡിസിൻസ്, അത് പനിയുടെ, തലവേദനയുടെ, അങ്ങനെ എല്ലാത്തിനും ഉണ്ട്. പിന്നെ 2 തോർത്ത്, നഴ്സിംഗുകാരാണ്ട് അവർക്ക് ഷാള് മസ്റ്റാണ്. ഷാള്, പാത്രങ്ങൾ, ടിഫിൻ ബോക്സ്, വെള്ളം കുപ്പി, കെറ്റിൽ, അങ്ങനെയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ പെട്ടിയിലേക്ക് എടുക്കാം. ഇതിങ്ങനെ എടുത്തു വെക്കുന്നതിനേക്കാൾ പാടാണ് ഗൈസ് ഇതെല്ലാം കൂടെ പെട്ടിക്കകത്താക്കുക എന്നുള്ളത്. കാരണം ഇതുപോലുള്ള കൈകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കൈകളെ പൂർണ്ണമായും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടിയെടുക്കാൻ സാധിക്കും. ഞങ്ങളുടെ ഈ കൈകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തിക്കയറ്റി നിറച്ചു. പിന്നെ ഗൈസ്, നിങ്ങൾ ബാക്ക് പാക്ക് ചെയ്യുമ്പോഴത്തേക്കിനും എപ്പോഴും ഒരു ചെക്ക് ലിസ്റ്റ് മസ്റ്റായിട്ട് തയ്യാറാക്കി വെച്ചിട്ട് മാത്രം ചെയ്യുക. ഇല്ലെങ്കിൽ പലതും മറന്നു പോകും ഗൈസ്. ഞങ്ങളങ്ങനെ മറന്നു പോയിട്ട് ലാസ്റ്റ് നിമിഷത്തിൽ ഓടേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഓരോ റെഡിയായി നമുക്കിനി അത് അടച്ചു വെക്കാം. എന്നിട്ട് അടുത്ത ഉറയിലേക്ക് പോകാം. അവിടെ നമ്മൾ വെക്കുന്നത് പാഡ്, ഡ്രസ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. നഴ്സിംഗുകാരായതുകൊണ്ട് ചുരിദാർ മാത്രമേ പറ്റത്തുള്ളൂ. ചുരിദാർ വേറെ, പാൻറ്റ് വേറെ, അങ്ങനെ മാറ്റി. ഇന്നേഴ്സ് വേറെ, അങ്ങനെ മാറ്റി. ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ മാറ്റി വെച്ചു. പിന്നെ ഇത് എക്സ്ട്രാ ഒരു ബാഗും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി മാറ്റി വെച്ച സാധനങ്ങളെല്ലാം കൂടെ പെട്ടിയുടെ ഒരു സൈഡിലേക്ക് അടുക്കി. പിന്നെ ഇത് ബൈബിൾ, എയർപോഡ്, ചെരുപ്പ്, അതകത്തിടാനുള്ളതും പുറത്തിടാനുള്ളതും, പിന്നെ ഹോസ്റ്റലേഴ്സിൻ്റെ പ്രധാനപ്പെട്ട അച്ചാർ, ചമ്മന്തിപ്പൊടി ഐറ്റംസ്. അപ്പോൾ തന്നെ ഡ്രസ്സ് വെക്കാൻ ഇടയില്ലാഞ്ഞ കാരണം വേറൊരു ഹാൻഡ് ബാഗിലേക്ക് ഡ്രസ്സെല്ലാം മാറ്റി. അപ്പോൾ ഒരു അച്ചാർ മിച്ചം വന്നു. പിന്നെ ഞങ്ങളത് വേറൊരു ബാഗിനകത്താക്കി. ട്രോളിയും ബാഗുകളും എല്ലാം റെഡിയായി. അപ്പോൾ അത്രയുള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. ഒക്കെ